എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലു ട്രാവലയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ്. വെള്ളായണി കായലാണ് ഈ കാണുന്നത്. വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. അതായി ഈ നിൽക്കുന്ന രണ്ടുപേർ ഇവിടെ മീൻ പിടിക്കാൻ നിൽക്കുകയാണ്. കണ്ടാലറിയാം. പക്ഷേ ഇവർ രണ്ടുപേർ മാത്രമല്ല, നിരവധി ആൾക്കാരാണ് ഇവിടെ ചൂണ്ടയിടാനായിട്ട് എത്തിയിട്ടുള്ളത്. അതിൽ മുതിർന്ന ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പിള്ളേരുണ്ട്, പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടി ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന രണ്ടുപേര് ഈ സ്ഥലവാസികളാവാനാണ് സാധ്യത. കാരണം കായലിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാവുന്നവരല്ലേ കായലിൻ്റെ മധ്യത്തിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും പല പല സ്ഥലങ്ങളിലായിട്ട് മാറി നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ധാരാളം ആമ്പലും താമരയൊക്കെ ഇങ്ങനെ പൂത്ത് അടിപൊളിയായിരുന്നു. ഇവിടെ രണ്ട് സൈഡിലും വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അന്ന്. ഇപ്പോഴ് ഇനിയിപ്പം വൈകുന്നേരം ആയതുകൊണ്ടാണോ അതേ ഇനി പൂക്കളുള്ള സീസണല്ലേ ഒന്നും അറിയാൻ വയ്യ. ഇവിടെ വേറൊരാൾ ഇവിടെ വന്ന് ചൂണ്ട വലിച്ചെറിഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. ഏതെങ്കിലും മീൻ അടിക്കില്ലേ എന്ന് നോക്കാം നമുക്ക്. ഇപ്പോഴത്തെ എയറിൽ എന്തായാലും മീനൊന്നും അടിച്ചിട്ടില്ല. മീൻ അടിക്കുമായിരിക്കും, നമുക്ക് നോക്കാം. ഞാനങ്ങനെ ഒരു കൗതുകത്തിന് അദ്ദേഹത്തിൻ്റെ ചൂണ്ടയൊക്കെ പിടിച്ച് നോക്കി. ഇതൊരു തവളയുടെ ആകൃതിയിലുള്ള ബൈറ്റാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള മീനുകളെയൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നത്. എന്തായാലും കൊള്ളാം. പക്ഷേ ഇവിടെ കൂടുതൽ പേരും മൈദ മാവിൽ മറ്റെന്തൊക്കെയോ ചേർത്ത് മിക്സ് ചെയ്ത് അത് ഉണ്ട ഉരുട്ടി ഇങ്ങനെ ചൂണ്ടയിൽ വെച്ച് ഇരയാക്കിയിട്ടാണ് ഇടുന്നത്. നമുക്ക് നോക്കാം ആർക്കാണ് കൂടുതൽ മീൻ കിട്ടുന്നതെന്ന്. രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ഈ ഭാഗത്ത് 3 പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ കയ്യിൽ ഫിഷിംഗ് പോളല്ല, മുളവടിയാണ്. പക്ഷേ ചൂണ്ടയിൽ കുരുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ബൈറ്റാണ്. പാലം പണി കിടക്കുന്നതിൻ്റെ ഇപ്പുറം വശത്ത് 2 പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് തെളിഞ്ഞ വെള്ളമാണ്. ഇതുവഴി നടക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. ഇവിടെ ഈ കമ്പി, പാലം പണിക്ക് കൊണ്ടുവന്ന കമ്പി തുരുമ്പിച്ച് കിടപ്പുണ്ട്. കാലിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സെപ്റ്റിക്കാവും. ഇവരുടെ അപ്പുറത്ത് വേറൊരു പയ്യൻ നിന്ന് ചൂണ്ടയിടുന്ന കണ്ടോ. ഇവനും ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ 3-4 പേര് ചേർന്ന് നിന്നാണ് ചൂണ്ടയിടുന്നത്. അവർക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പാലം പണി നടക്കുന്നതുകൊണ്ട് ധാരാളം മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കായലിലോട്ട് നീങ്ങി ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഈ ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് തടയണക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചൂണ്ടയിടാൻ നല്ല എളുപ്പമുണ്ട്. ഇവിടെ ധാരാളം മീനുള്ള ഏരിയയാണ്. ഇവരിപ്പോഴും വന്നതേ ഉള്ളൂ, കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ഈ പാലത്തിൻ്റെ ഫില്ലറുകളൊക്കെ ഉയർന്ന് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുഴുവൻ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നും ചൂണ്ടയിടാൻ പറ്റും, താഴെ ഇറങ്ങിയൊന്നും ചൂണ്ടയിടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കണ്ടെത്താ ദൂരത്തോടുള്ള കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താം. അടിപൊളി സ്ഥലമല്ലേ. അങ്ങനെ ഈ പാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു പാലത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. കിരീടം പാലം എന്നെല്ലാവരും കേട്ടിട്ടില്ലേ. അപ്പം കിരീടം സിനിമയിലൂടെ പ്രശസ്തി ആർജിച്ച പാലമാണ് കിരീടം പാലം. ആ പാലം ഇവിടെ അടുത്താണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കെന്തായാലും ഇവരുടെ മീൻപിടുത്തം കാണാം. അല്പം മുതിർന്ന ഒരാൾ ദേ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. തൊപ്പിയൊക്കെ വെച്ചൊരു പട്ടാളക്കാരൻ്റെ ഗൗരവത്തിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പുറത്തും കുറേ പയ്യന്മാർ ചൂണ്ടയായിട്ട് നിൽപ്പുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലായിടത്തും ചൂണ്ടക്കാരേ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടതിൻ്റെ ഇടയിലേ നമ്മൾ വെള്ളത്തിലിറങ്ങിയ ചൂണ്ടയിട്ട ചേട്ടനൊരു മീൻ അടിച്ചിട്ടുണ്ട്. അതെന്തായാലും സൂപ്പർ തന്നെ. മീനടിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. അതുവഴി വന്നൊരു ചേട്ടായി മീനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ചൂണ്ടക്കാരൻ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ആ ചേട്ടൻ നേരത്തെ പിടിച്ച മീനുകളില്ലേ, അതൊരു വലസഞ്ചിക്കകത്താക്കി വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്ത് കാണിച്ചു. അപ്പോൾ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിലോയ്ക്ക് 700 രൂപയെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്രയൊക്കെ ആവും. പിന്നെ മീനിൻ്റെ ലഭ്യത, പിന്നെ പിടിക്കുന്ന കഷ്ടപ്പാട്, പിന്നെ കരിമീൻ എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഗുണമുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ സംസ്ഥാന മത്സ്യമല്ലേ. ഇവിടെ 2 കുഞ്ഞന്മാരും മീൻ പിടിക്കുന്നുണ്ട്. അവർക്ക് ഫിഷിംഗ് പോളും ബൈറ്റൊന്നും ഇല്ല. അവർ നമ്മുടെ സാധാരണ രീതിയിൽ ഇരയൊക്കെ കൊരുത്തിട്ട് ഒരു ചുള്ളി കമ്പിൽ ചൂണ്ടയൊക്കെ വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. ഇവിടെയും കുറച്ച് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. അതെ, ഇവർക്ക് വീണ്ടും ഒരു മീൻ കൂടി അടിച്ചിട്ടുണ്ട്. ഇവർ ഇത് മീൻ പിടിച്ചോണ്ടേൻ്റെ ആ ബനിയനിലോട്ട് അതിൻ്റെ അകത്തോട്ട് ഇടയാണ് കേട്ടോ, വഴുതി പോകാതിരിക്കാൻ വേണ്ടി. കിട്ടിയ മീൻ എന്തായാലും ചാടി പോകരുതല്ലേ. പെട്ടെന്ന് തന്നെ ബനിയനകത്തോട്ട് ആക്കിയിട്ട് ഇതേ ആ വലസഞ്ചിക്കകത്തോട്ടിട്ട്. ആ മീൻ കിട്ടിയ ചേട്ടൻ ഞാൻ കരയിലോട്ട് വരുന്നുണ്ട് കേട്ടോ, ആ വലസഞ്ചിയായിട്ട്. അദ്ദേഹം കയറുന്നില്ല. ഈ കരയിൽ നിന്ന് നേരത്തെ ആ ചെറിയ പയ്യനില്ലേ, അവനെ എറിഞ്ഞു കൊടുത്തു. അവനെന്തായാലും ആ മീനുമായിട്ട് കരയിലോട്ട് വരും. നമുക്ക് നോക്കാം. നല്ല പിടയ്ക്കണ മീൻ. അത് കരിമീനാണോ സിലോപ്പിയാണോ പള്ളത്തിയാണോ എന്നറിയാൻ വയ്യ. കണ്ടാലേ ഏകദേശം ഒരേ കണക്കൊക്കെ ഇരിക്കും.
സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം. ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം, സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റാം. പോകുമ്പോഴത്തേക്ക് പൊരിപ്പിനുള്ള മീനും കൊണ്ട് പോവുകയും ചെയ്യാം. ഇപ്പുറത്തും കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. അതെ, അതിനിപ്പുറത്ത് വേറെ ഒരു ടീമുണ്ട് കേട്ടോ. ഇവർ ചേട്ടന്മാരും അനിയത്തിമാരും ആണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ മറ്റൊരു കാഴ്ചയുണ്ട് കേട്ടോ, ഫ്ലൈറ്റും പക്ഷികൾ പറന്നു പോകുന്നതും. കുറച്ചുകൂടി തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നെങ്കിൽ ഈ കാഴ്ച കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയേനെ. തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റാണ്. നമ്മുടെ കുഞ്ഞന്മാർ ചൂണ്ടയായിട്ട് കരയിൽ വന്നിട്ടുണ്ട്. അവൻ്റെ ചിരിയുണ്ട്. ആ രണ്ടുപേരെയും കാണിക്കും. നിങ്ങൾ പിടിക്കുന്ന കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് പോവാൻ. ഇവന്മാര് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മൈദമാവും എസൻസൊക്കെ ചേർത്ത് ഉണ്ടുവരട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ കൂടുതൽ ആൾക്കാർ ഇതുപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഐഡിയയാണ്. വേറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, പുതിയ പുതിയ ചൂണ്ടക്കാർ. ഇവിടെ ഇപ്പം ധാരാളം മീൻ കിട്ടുന്ന ഒരു പ്രദേശമായിരിക്കും ഇവിടെ. പിന്നെ ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ മീൻ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. ഇവിടെ കൃഷിയുണ്ടെന്നാണ് തോന്നുന്നത്, മീൻ കൃഷി. അതോടൊപ്പം ആമ്പലും താമരയൊക്കെ കൃഷി കാണും. കണ്ടോ, വേലിയിട്ട് തിരിച്ചിരിക്കുന്നുണ്ടോ. ഞങ്ങളങ്ങനെ കുറേ സമയം കൂടി അവിടെ നിന്നു. കുറച്ച് പേർക്കൊക്കെ മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ വെള്ളത്തിലിറങ്ങിയെന്ന് മീൻ പിടിച്ച ആ ചേട്ടനും പിള്ളേർക്കും കിട്ടിയ മീൻ കൂടി നമുക്കൊന്ന് കാണാം. നല്ല പിടയ്ക്കുന്ന കരിമീൻ. എന്തായാലും ആ ചേട്ടനും പിള്ളേർക്കും ഇന്നത്തെ ദിവസം ലക്കുള്ള ദിവസമായിരുന്നു. ഒരുപാട് മീൻ കിട്ടി. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു ചൂണ്ടയുമായി വരണം എന്ന ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് ഞങ്ങളും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.